നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നെല്ലിക്ക തേച്ചതാട്ടോ മുടിയിൽ. നെല്ലിക്ക നമ്മൾ ദിവസവും നമ്മുടെ മുടിയിൽ ഏതെങ്കിലും പാക്ക് തേക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്പം നെല്ലിക്ക പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മുടിക്ക് തിക്നെസ് തോന്നും കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ, സിൽക്കി ആയിട്ടിരിക്കും എപ്പോഴും. മുടിക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും മുടി കേട്ടോ, ബ്ലാക്ക് കളർ വരും. അപ്പോൾ എന്നും എന്തെങ്കിലും ടിപ്പ് ഇപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ചെമ്പരത്തി താളി തേക്കുമ്പോൾ ഇതുപോലെ നെല്ലിക്കപ്പൊടി ചേർത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ അഴുക്ക് മുഴുവനും പോവും. മുടിക്ക് ബ്ലാക്ക് കളർ ഉണ്ടാവും, തിക്നെസ് ഉണ്ടാവും കേട്ടോ. ഈ താളി എടുത്തിട്ട്, ചെമ്പരത്തി ഇലയുടെ താളി എടുത്തിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത് അരിച്ചിട്ട് അതിൻ്റെ കൂടെ 1-2 സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് ഒന്ന് തേച്ച് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. വളരെ നല്ലതാണ്. മുടി ഇത് കഴുകി നമ്മൾ തേച്ചിട്ട് അരമണിക്കൂർ നമുക്ക് പാക്ക് പോലെ നമുക്കത് ഉപയോഗിക്കാം, മാസ്ക് ഒക്കെ പോലെ. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത്, വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നല്ല സുഖം കിട്ടും. ഒരുപാട് ഓയിലുള്ളതൊക്കെ പോകും, താരൻ പോകും, പിന്നെ തലയുടെ ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ അത് പോകും, ചൊറി പോകും, കുരുക്കൾ പോകും. തല ചൂടായിട്ട് ചൊറി കുരുക്കളൊക്കെ വരുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചെമ്പരത്തി ഇലയുടെ താളി, അതിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് തേച്ചോളൂ കേട്ടോ. വളരെ സുഖം കിട്ടും. തലമുടിക്കൊക്കെ നല്ല നീട്ടവും വയ്ക്കും, ഹെയർ ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ. വളരെ നല്ല പാക്കാണത്. ഞാൻ അതിന് വലിയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നേരത്തെ ഉള്ള വീഡിയോ ആണ്. താളിപ്പൊടി, ഈ താളിയില ചേർത്തിട്ട് നെല്ലിക്കപ്പൊടി ചേർത്ത് അതും വെച്ചിട്ടുള്ള പാക്ക്. പിന്നെ ഈ പോളിസ്റ്റിക് ഓവറി സിൻഡ്രത്തിൻ്റെ കാര്യം ചോദിച്ചു എന്നോട്. മകൾക്ക് അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം കേട്ടോ. സിസ്റ്റ് ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. അപ്പോൾ ഈ സിസ്റ്റ് ഉള്ളവർ അലോവേരയുടെ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അലോവേര ജ്യൂസ്. അപ്പോൾ അത് വാങ്ങിച്ച് ഡെയിലി ഒരു 25 ml വീതം കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം മാറും. ഈ ജ്യൂസ് കഴിക്കുന്നതോടുകൂടി സിസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. കൂടാതെ മുടി ധാരാളമായിട്ട് വളരും കേട്ടോ. ഞാൻ ഇതിനു മുമ്പുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഈ അലോവേര ഞാൻ കഴിക്കാറുള്ളതാണ്. ഈ അലോവേര ജ്യൂസ്, അലോവേര സിറപ്പ് എന്നൊക്കെ പറയും, അതിൻ്റെ കൂടെ നെല്ലിക്ക സർബത്ത് കൂടി ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. മുടി കൊഴിച്ചിൽ ധാരാളമായിട്ടുള്ളവർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല. മോള് ഹോസ്റ്റലിലാന്ന് പറഞ്ഞു. ഹോസ്റ്റലിലാണെങ്കിൽ ഈ നെല്ലിക്ക ജ്യൂസും അതുപോലെ അലോവേര ജ്യൂസും സിറപ്പ് ഇത് മേടിച്ചിട്ട് 15 ml അലോവേരയും 15 ml നെല്ലിക്ക, ഞാൻ അത് കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയിൽ കേട്ടോ. വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ബ്രാൻഡ് അത് വാങ്ങിക്കാം കേട്ടോ. 2 നേരം കഴിക്കാം, കാലത്തും കഴിക്കാം, രാത്രി കിടക്കാൻ നേരത്തും കഴിക്കാം. അപ്പം മുടി കൊഴിച്ചിലൊക്കെ മാറും കേട്ടോ. മുടി നന്നായിട്ട് വളരും. അങ്ങനെ ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ ഭക്ഷണമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് ഒന്നില്ലെങ്കിൽ വാങ്ങിച്ചിട്ട് വെറുതെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. സാലഡ് പോലെ കഴിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ നമ്മൾ അതിൻ്റെ ജ്യൂസ് കിട്ടാൻ, ക്യാരറ്റ് ജ്യൂസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കുടിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ്റെ പ്രശ്നം കേട്ടോ, അങ്ങനെ എന്നോട് ചോദിച്ചു, വെജിറ്റേറിയൻ ഡയറ്റിൻ്റെ പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഹോസ്റ്റലിൽ അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് മേടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ് വാങ്ങിച്ചിട്ട് അരിഞ്ഞ് പച്ചയ്ക്ക് കഴിക്കാം. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് മുടിയും വളരും കേട്ടോ, മുടി കൊഴിച്ചിലൊക്കെ മാറും. ജ്യൂസ് നല്ലതാണ് കേട്ടോ. ഈ PCOSന് ഏറ്റവും ബെസ്റ്റാണ് ഇത്, അലോവേരയുടെ ജ്യൂസൊക്കെ കേട്ടോ. പിന്നെ കൂടുതൽ ഇങ്ങനെ ഈ പീരീഡ് കൂടുതലുള്ള സമയത്ത്, പീരീഡ് വരുന്ന സമയത്ത് തല നനയ്ക്കണ്ടെന്ന് പറയും.
അതുപോലെ പെയിനൊക്കെ ഉണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ തോർത്ത് മുക്കിയിട്ട് വട്ടം വെച്ച് കെട്ടാൻ പറയും, വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവർ അത് നല്ലതാണ്. കുറച്ച് നേരം ഈ അടിവയറിൽ തോർത്ത് തുണി കേട്ടോ അത് മുക്കി പിഴിഞ്ഞ് കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വയറുവേദനയൊക്കെ മാറും. പിന്നെ വീട്ടിലുള്ള കുട്ടിയാണെങ്കിൽ ചെമ്പരത്തി പൂവിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നല്ലതാണ് കേട്ടോ. വയറിന്റെ കട്ടിപ്പൊക്കെ മാറും. അങ്ങനെ ചെയ്തോളൂ. പണ്ടൊക്കെ വൈദ്യന്മാര് പറയും, ഈ നമ്മള് ഞാനത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അതായത് പണ്ടുള്ള ആൾക്കാർ പറയണേ മെൻസസ് പീരീഡ് കഴിഞ്ഞാൽ ഇന്ന് കുളിച്ചു, ഇന്ന് നാലായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ പണ്ട് വൈദ്യന്മാരൊക്കെ പറയും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുളിക്കരുതെന്ന് പറയും. അതായത് വെള്ളം മേത്തേക്ക് ഒഴിക്കുമ്പോൾ ഈ ഫ്ലോയ്ക്ക് തടസ്സം വന്നിട്ട് അത് ക്ലോട്ടിങ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെയൊന്നും ആരും നോക്കുന്നില്ല. അപ്പൊ ആ ഫ്ലോ വരാതെ വരുമ്പോഴാണ്, അത് ക്ലോട്ടിങ് ആവുമ്പോഴാണ് അത് സിസ്റ്റ് അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് പണ്ടുള്ള ആൾക്കാർ കുളിക്കില്ല ഈ സമയത്ത്, പക്ഷെ ഡ്രസ്സെല്ലാം നീറ്റാക്കി ഇടും വെറുതെ കേട്ടോ. എല്ലാം കഴുകി കളഞ്ഞിട്ട് വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ വയറ്റിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നം വരും. അതുകൊണ്ട് കുളിക്കരുത്, 4-ാം ദിവസമേ കുളിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങനെ നോക്കാറില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലൊക്കെ ആയിട്ട് വരുന്നത്. നമ്മുടെ ഭക്ഷണത്തിന്റെ ഉണ്ടാവാം കേട്ടോ. അപ്പൊ വെജിറ്റബിൾസ് കഴിക്കാൻ സാധിക്കാവുന്ന സമയത്തൊക്കെ കഴിക്കാം. സാലഡ് ആയിട്ടൊക്കെ കഴിക്കാം, കുക്കുംബർ കഴിക്കാം. ഇതൊക്കെ നമുക്ക് റൂമിലാണെങ്കിലും കൊണ്ടുവന്ന് കഴിക്കാമല്ലോ. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യൂ കേട്ടോ. കുഴപ്പമില്ല, മുടി ധാരാളമായിട്ട് വളരും ഇതുപോലത്തെയൊക്കെ. ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ സിറപ്പ്, പറഞ്ഞ സിറപ്പ് വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ. പിന്നെ എന്നോട് ഈ അലോവേരയുടെ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കേട്ടോ. ഏറ്റവും നല്ലതല്ലേ അലോവേര. ഇത് അലോവേര മുറിച്ചത് കേട്ടോ. ഇതുപോലെ ഇന്നലെ കാണിച്ച പോലെ 2 അറ്റത്തെ മുള്ള് കളയാ. അതിനു മുമ്പ് നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കാം കേട്ടോ, ആ മഞ്ഞ ദ്രാവകം പോകുന്നവരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ പുറം തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഫേസിൽ തേച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അപ്പം ഇത് മഞ്ഞ വെള്ളം പോകണം അതിന്റെ, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അപ്പൊ ഇത് സമയമില്ലാത്തവര് ഇതിന്റെ കൂടെ ഒലിവ് ഓയിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒലിവ് ഓയിലും കറ്റാർവാഴയും കൂടി ഈ ഒലിവ് ഓയിൽ മുക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ലതാണ് കേട്ടോ. അപ്പൊ ഈ അലോവേര നമുക്ക് സ്കിന്നിന്റെ എന്ത് ചെയ്യാനാണ്, സ്കിന്ന് വെളുക്കാനും സ്കിന്നിന്റെ ഈ ബ്ലാക്ക് മാറാനും പിന്നെ നല്ല ഭംഗിയായിട്ട് നല്ല ഷൈനിങ്ങോടുകൂടി ഇരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ അലോവേര പറ്റും കേട്ടോ. ഹെയറിൽ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ നമുക്ക് അത് ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. കയ്യിൽ ഈ മൊരി പോലെയുള്ളവർക്കൊക്കെ നല്ലതാണ്. കയ്യിൽ കണ്ടിട്ടുണ്ടോ ചിലവർക്ക് എണ്ണമയം ഇല്ലാതെ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നവർക്കൊക്കെ കയ്യിലും അതുപോലെ ഫേസിലും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകം പറയുന്നത് അലോവേര കൊണ്ടിട്ട് നമുക്ക് സ്കിൻ എങ്ങനെ വൃത്തിയാക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ അലോവേര ജെൽ, ഒലിവ് ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അലോവേര മാത്രമാണെങ്കിലും സാരിയില്ല കേട്ടോ. ഇതുപോലെ അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്തിട്ടിട്ട് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്യാം. എന്നിട്ട് പിന്നീട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഓവർനൈറ്റ് ആണെങ്കിൽ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അപ്പൊ അലോവേര ഏറ്റവും ബെസ്റ്റാണ്, എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. മുടിക്ക്, അതുപോലെ വയറിന്, അതുപോലെ സ്കിന്നിന് എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പൊ അലോവേര അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ കേട്ടോ. പിന്നെ കടലപ്പൊടി ഫേസിന് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു. ഇതുപോലെ കറ്റാർവാഴ ചെയ്യാം. കറ്റാർവാഴ ഇല്ലാത്തവര് കടലപ്പൊടി ഉണ്ടല്ലോ, കടലപ്പൊടി എടുത്തിട്ട് വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട്, പനിനീരുള്ളവർ അതെടുക്കാം, അല്ലെങ്കിൽ തൈരുള്ളവർ അതെടുക്കാം. ഒന്നുമില്ലെങ്കിൽ വെറും വെള്ളത്തിൽ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പല ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫേസ് പാക്ക് ഒരെണ്ണം വെട്ടിമധുരം ചേർത്തുള്ള ഫേസ് പാക്ക് അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവർ കാണും കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഹെയർ ശ്രദ്ധിക്കുന്ന പോലെ നമുക്ക് ഫേസിലേക്കും ഇതുപോലെ സെയിം സംഭവങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ചില സമയങ്ങൾക്ക് നമുക്ക് ഈ ഹെയറിൻ്റെ പാക്കും ഫേസ് പാക്കും ഒന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. 2 in 1 എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കാം. മുടി എപ്പോഴും പിടിക്കുക കേട്ടോ. എടുത്തിട്ട് നമ്മൾ പിന്നിട്ട് കിടക്കുക രാത്രി, മുടി ഒഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ അലോവേര കൊണ്ടിട്ട് നമുക്ക് അകത്തേക്ക് യൂസ് ചെയ്യാം, സ്കിന്നിനും യൂസ് ചെയ്യാം, ഹെയറിനും യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെയുള്ള സിസ്റ്റ്, ഫൈബ്രോയിഡ്, ഇതെല്ലാവർക്കും കറ്റാർവാഴ ജ്യൂസ് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെമ്പരത്തി പൂവ് അത് ഇട്ട് വെള്ളം കുടിച്ചാൽ ഇതുപോലെ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറും. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും, BP കുറയും, ഹൈപ്പർ BP ഉള്ളവർക്കൊക്കെ BP കുറയും. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യാം. മെൻസസ് പീരീഡിൽ വന്ന വയറുവേദനയ്ക്കും ഈ വെള്ളം നല്ലതാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം നല്ലതാണ്. പിന്നെ ആ സമയങ്ങളിലായിരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള അയണും കാൽസ്യവും നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അയണും കാൽസ്യം അടങ്ങിയിട്ടുള്ള ടോണിക് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. അത് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അയണും കാൽസ്യവും അടങ്ങിയ ഈ ടോണിക് ഉണ്ടാവും. അത് ഈ മെൻസസ് പീരീഡിലൊക്കെ കഴിച്ചാൽ നമുക്ക് വയറുവേദനയൊക്കെ മാറും, കൈകാൽ തളർച്ചയൊക്കെ മാറും കേട്ടോ. ഏറ്റവും ബെസ്റ്റ്. ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഈശ്വരനെ വിചാരിക്കുക എപ്പോഴും, ഭഗവാനെ അർപ്പിച്ചെല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് മുന്നോട്ട് പോയിക്കോളും. എല്ലാത്തിനും നമുക്ക് സമാധാനം കിട്ടും കേട്ടോ. ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നോക്കിക്കോളും നമ്മളെ കേട്ടോ, കൈവിടില്ല. അപ്പോൾ എല്ലാവരും ടെൻഷൻ കുറയ്ക്കുക. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ടെൻഷൻ ഇല്ലാതെയാവാം. നമ്മളെപ്പോഴും ഈശ്വരനെ അർപ്പിക്കുക. ഓരോ സംഭവം എന്ത് പുതിയത് ചെയ്യുമ്പോഴും അവിടുത്തെ അനുവാദം മേടിക്കുക, അവിടെ സമർപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കോളും. എല്ലാത്തിനും നല്ല ആശ്വാസം കിട്ടും കേട്ടോ. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലതായിട്ട്.